ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാനകി. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈ അടുത്തായിട്ട് ഇൻ്റർനെറ്റിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയെപ്പറ്റി കുറച്ചുകൂടെ കൺസേൺഡ് ആവുകയും അതിനെപ്പറ്റിയുള്ള സൊല്യൂഷൻസിന് തേടി പോകുന്നതും കുറച്ചുകൂടെ കോമണുമാണ്. ആ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, ഏജ് ഗ്രൂപ്പ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ കുറച്ചുകൂടെ പ്രായം വയ്ക്കും തോറും പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും മുഖത്ത് റിങ്കിൾസ് വരിക, അതായത് ചുളിവ് വരിക, പിന്നെ സ്കിൻ തൂങ്ങി വരിക, കൺപോളകളുടെ താഴെയൊക്കെ സ്കിൻ വല്ലാതെ താഴ്ന്നു വരിക. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് പലപ്പോഴും സൊല്യൂഷൻസ് മെഡിക്കലി ഉണ്ട് എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അതിൽ ഏതാ അവർ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്ത ഒത്തിരി പേര് നമ്മുടെ വ്യൂവേഴ്സിലുണ്ട്. ഫേസ് ലിഫ്റ്റ്സിനെ പറ്റി സാറ് എന്താ സാറിൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയാം? ഇറ്റ് ഈസ് എൻ എക്സലൻറ്റ് ടൂൾ ഓഫ് ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയറാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫേസ് ലിഫ്റ്റ് എന്നുള്ള പദം നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക, ആ പദം വന്നിട്ടുള്ളത് ഇവിടെ സർജറിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുക കാറിൻ്റെ കാര്യത്തിൽ ന്യൂ ഫേസ് ലിഫ്റ്റ് അല്ലേ, ന്യൂ വേർഷൻ ഓഫ്, അതെ, ഒരു പുതിയ വേർഷൻ ഓഫ് കാർ വരുമ്പോൾ ഫേസ് ലിഫ്റ്റ് ഓഫ് ഇന്ന ഒരു പോപ്പുലർ കാർ എന്നുള്ള രീതിയിൽ സെയിം മീനിങ് തന്നെയാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസ് ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് റീറ്റെയിലർ ചെയ്തിട്ട് നമ്മളുടെ ഏജിന് ഒരു 10-15 വർഷം പിന്നിലോട്ട് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എക്സ്ട്രീംലി വെരി പവർഫുൾ ടൂളാണ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഒരു 45 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വളരെയധികം പേരുടെ ഒരു പ്രശ്നമാണ്, ഡോക്ടറെ 45 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷേ കുറേ പേര് പറയും 50 ഒക്കെ എന്ത് പറ്റി പ്രായം കൂടുതൽ തോന്നിക്കുന്നുണ്ടല്ലോ. ലൈക്ക് കുറേ ജെനറ്റിക്സ് ആണ്, നാച്ചുറലി ഇറ്റ്സ് ഓൾ ജെനറ്റിക്സ് അല്ലേ. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫാമിലീസിൽ കുറേ അത് ട്രേറ്റ്സിനെ ബാധിക്കാറുണ്ട്. ചില ആൾക്കാർ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ നീ അതേപോലെ തന്നെ ഉണ്ടല്ലോ കാണാനായിട്ടുള്ള, നാച്ചുറലി ഇറ്റ് ഇസ് ജെനറ്റിക്കൽ ട്രേറ്റ് ആയിട്ടാണ്. ചെറുതായിട്ടുള്ള സാഗിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനി ഫേസ് ലിഫ്റ്റ് തൊട്ട് തുടങ്ങി കൂടുതലായിട്ട് സാഗിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡീപ്പ് പ്ലെയിൻ ഫേസ് ലിഫ്റ്റ്സിലോട്ട് വരെ പോകാൻ പറ്റും. ഫേസ് ലിഫ്റ്റ്സിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമാണ് കഴുത്തിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ സ്കിൻ തൊട്ടിയുടെ സ്കിന്ന് തൂങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ബാൻഡ് പോലെ ഇങ്ങനെ കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്കിന്നും മസിലും ഒക്കെ ലൂസായിട്ട് വരുന്നത്. അതിന് പ്രോപ്പർലി വേണ്ടത് അവിടെ ഒരു നെക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ജാനകി നേരത്തെ ചോദിച്ച പോലെ ഈ ബ്ലെഫറോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഐലിഡിൻ്റെ സർജറി, ഈ പറഞ്ഞ പോലെ ഐലിഡിൻ്റെ അവിടുത്തെ റിങ്കിൾസും കാര്യങ്ങളും റിമൂവ് ചെയ്യാനായിട്ട് ബ്ലെഫറോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഐ ബാഗ് റിമൂവൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും അതിൻ്റെ കൂടെ മിക്കവാറും കമ്പൈൻ ചെയ്യാറായിട്ടുണ്ട്. സാർ ഇപ്പോൾ പറയുന്നത് ഫേസ് ലിഫ്റ്റ് മാത്രമാണോ നമ്മുടെ ഒരു കുറച്ചുകൂടെ പ്രായമുള്ളവർക്കുള്ള ഉള്ളി ഓപ്ഷൻ? കാരണം ബോട്ടോക്സും ഫില്ലേഴ്സ് അങ്ങനത്തെ ത്രെഡ്സ്, കൊളാജൻ ത്രെഡ്സ്, അപ്പോൾ അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് മൂവീസിലൊക്കെ കാണിച്ച് പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പല ക്ലിനിക്സിൽ പോയാലും അവർ ആദ്യം സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഹൗ ഡു യു ചൂസ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു? നമ്മൾ എങ്ങനെയത് മനസ്സിലാക്കുക? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ജാനകി. സോ ദ തിങ് ഇസ് ദാറ്റ് what I said is fillers and threads and botox നല്ലതല്ല എന്നുള്ളതല്ല. I use fillers and threads and botox in my practice also. Okay. ബട്ട് ദ തിങ് ഇസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവിടെ എൻകൗണ്ടർ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റ് വേണ്ട ഒരു പ്രായത്തിലുള്ള ഒരാൾ വെൻ ദേ ഗോ ആൻഡ് ഡു എ ത്രെഡ് ലിഫ്റ്റ് ഓർ എ ഫില്ലർ, ദേ ആർ ഗോയിങ് ടു ഗെറ്റ് എ very small result which is going to last a very small time. ആൻഡ് ഫില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവർ യൂസ് ഓഫ് ഫില്ലേഴ്സും കാര്യങ്ങളൊക്കെയാണ് ആ ബ്ലോട്ടഡ് ആയിട്ടുള്ള ഫേസും കാര്യങ്ങളും ആ നമ്മളുടെ ഫേഷ്യൽ ആർക്കിടെക്ചർ തന്നെ കുറേ മാറി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളെ അവർ മിക്കവാറും കേസുകളിൽ ഫേസ് ലിഫ്റ്റ് ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക, ഒരു ഫില്ലേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുന്ന സബ്സ്റ്റൻസ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ റൈറ്റ് പേഷ്യൻറ്റ് ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് എത്തിയിട്ടുണ്ടാവണം. എന്നുവെച്ചാൽ ബോട്ടോക്സും ഫില്ലേഴ്സും ത്രെഡ്സും കിട്ടാനായിട്ടുള്ളൊരു ഐഡിയൽ സ്പെസിഫിക് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്. അവർക്കാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. ഇപ്പോൾ യങ്ങർ ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. ചിലപ്പോൾ അവർ പറയും, ഡോക്ടർ എനിക്ക് നെക്സ്റ്റ് വീക്ക് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇവൻ്റ് ഉണ്ട്, എനിക്ക് ചെറിയൊരു ലിഫ്റ്റും കാര്യങ്ങളും വേണം. അവരെ പിടിച്ചിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് അഡ്വൈസ് ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്, ബിക്കോസ് ഫേസ് ലിഫ്റ്റിൻ്റെ റിക്കവറി ടൈമും കാര്യങ്ങളും കുറച്ചും കൂടെ നിൽക്കുന്നൊരു കാര്യം. അത് അവരുടെ അടുത്ത് പറയാനായിട്ട് ഡെഫിനറ്റ്ലി ദേ ആർ എ ഗുഡ് കാൻഡിഡേറ്റ് ഫോർ ത്രെഡ് ലിഫ്റ്റ്. പിന്നെ ഇവർക്ക് ചെറിയ ഇവിടുത്തെ റിങ്കിൾസും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ബോട്ടോക്സ് ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ. അവർക്ക് ചെറുതായിട്ട് ലിപ്പിനൊരു പൗട്ടിങ്ങും കാര്യങ്ങളും ചെറുതായിട്ടൊരു ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ വേണം. ഡെഫിനറ്റ്ലി ഫില്ലർ ഇസ് എക്സലൻറ്റ് ഫോർ ദാറ്റ്.
പക്ഷേ ദേ ഓൾ ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ലാസ്റ്റ് ഫോർ അറൌണ്ട് 6 to 8 months. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളും പോകും. ദ പ്രോബ്ലം ഓവർ ഇയർ ഇസ് ദാറ്റ് ഒരു 60 ഇയർ ആയിട്ടുള്ള ഒരാളും ഒരു 70 ഇയർ ആയിട്ടുള്ള ഒരാളും ഒരു 40 ഇയർ ആയിട്ടുള്ള ഒരാളും പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫില്ലേഴ്സും ബോട്ടോക്സും ത്രെഡ്സും ഓഫർ ചെയ്യുന്നത്. ദിസ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് നോളജ് ഇല്ലാത്തത് കാരണം കൊണ്ടാണ്. ആൻഡ് പീപ്പിൾ ഗെറ്റ് എൻഡ് അപ്പ് ഡൂയിങ് ദിസ്. എൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയില്ല, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം യു ഡൺ ദ റോങ് തിങ് ഫോർ യു. അപ്പോൾ നാച്ചുറലി ദിസ് ഇസ് വൈ എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലാണ് യു വിൽ ബി ഓഫേർഡ് വാട്ട് ഇസ് ബെസ്റ്റ് ഫോർ യു. ഒരു സാധനം മാത്രം ചെയ്യുന്നൊരു സ്ഥലത്ത് പോയിട്ട് നാച്ചുറലി എന്താ ഇതിന് ചെയ്യാൻ പറ്റുക വെച്ചാൽ ആ ഉള്ള സാധനം നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ നാടൻ പറ്റൂല. അപ്പോൾ ഒരു ചൈനീസാണ് ഓർഡർ ചെയ്ത് തരുള്ളൂ. സെയിം തിങ്, സെയിം പ്രിൻസിപ്പിൾ, ഇറ്റ് വർക്ക്സ് ഓവർ ഹിയർ. അപ്പോൾ ഹൗ ഇസ് ദി റിക്കവറി, എങ്ങനെയാണ് ഇവർക്ക് ഈ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് എന്ന് I am പറഞ്ഞു? so happy that you asked about that. The recovery time of a facelift is that നമ്മളൊരു 2-3 ഡേയ്സിനകത്ത് നമ്മൾ ഡിസ്ചാർജബിൾ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഫേസ്ലിഫ്റ്റ് ആണ് നമ്മൾ പറയുന്നൊരു കാര്യം, അതിൻ്റെ സ്വെല്ലിങ് ഉണ്ടാവും, മുഖത്ത് നല്ല നീരും കാര്യങ്ങളും ഉണ്ടാവും. അതൊരു ഫസ്റ്റ് വീക്കിൽ ഒരു 70% കുറയും, സെക്കൻഡ് വീക്കിൽ ഒരു 90% കുറയും, തേർഡ് വീക്കിൽ ഒരു 95% കുറയും. 1 month ആകുമ്പോഴായിരിക്കും കംപ്ലീറ്റ്ലി നീരും കാര്യങ്ങളും. പക്ഷേ ക്ലിനിക്കലി വേറൊരാൾ നോക്കിക്കഴിയുമ്പോൾ ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു രണ്ടാമത്തെ ആഴ്ച തൊട്ട് പ്രത്യേകിച്ചൊന്നും കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഇത്രയും ദിവസം ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഈവൻ ഫ്രം ദ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് തന്നെ ഫ്രം ദ ഫസ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ് ദേ വിൽ ബി ഡൂയിങ് ദ റുട്ടീനായിട്ടുള്ള എല്ലാ വർക്കും കാര്യങ്ങളും. പിന്നെ നീരും കാര്യങ്ങളുള്ളത് കാരണം കൊണ്ട് വി ടെൽ ദം ലൈക്ക് ഇത് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം, അത് കുറഞ്ഞു വരാനായിട്ട് ടൈം എടുക്കുന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് മാറ്റർ ഓഫ് ആ ഒരു കുറച്ച് വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള നീരും കാര്യങ്ങളും കുറഞ്ഞിട്ടുള്ള ഷേപ്പിലോട്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടൈറ്റ്, എ മച്ച് ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഒരു 15 years ബാക്ക് ആയിട്ടുള്ളൊരു. ആൻഡ് ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതെന്താ പറ്റി, ഇവരുടെ മുഖത്തിന് എന്താ പറ്റി? ദിസ് ഇസ് ബിക്കോസ് ആ ലൂസ് സ്കിന്നിനെ എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് വീർപ്പിച്ച് ടൈറ്റ് ആക്കുക, പ്ലംപ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ നോക്കുമ്പോൾ മൊത്തത്തിൽ ഫേഷ്യൽ ആർക്കിടെക്ചർ മൊത്തത്തിൽ മാറി, ആളെ മാറിപ്പോയല്ലോ എന്നുള്ളൊരു സംഭവം. ദ ഹോൾ പേർപ്പസ് ഓഫ് ഫേസ് ലിഫ്റ്റ് ആൻഡ് നെക്ക് ലിഫ്റ്റ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്കിലോട്ട് തന്നെ പ്രായം കുറച്ച് വളരെ പവർഫുള്ളായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്നൊരു ടൂളാണ് ഫേസ് ലിഫ്റ്റ് എന്നുള്ളത്. ബട്ട് അത് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ഇറ്റ് എ ബീറ്റ് ഓൾ എൻഡ് ഓൾ ഫോർ ഓൾ പേഷ്യൻസ്? നോ, അതിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യില്ല. അല്ലെങ്കിൽ അത്രമാത്രം സ്കിൻ സാഗ് ചെയ്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യില്ല. അപ്പോൾ ഇറ്റ്സ് ഓൾ മിക്സ് ആൻഡ് മാച്ച് ഓഫ് ലോട്ട് ഓഫ് തിങ്സ്.